അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുക കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ കുറച്ചധികം ബ്രേക്ക് എടുത്ത് വന്നിരിക്കുകയാണ്. എനിവേ ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടാതായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വീഡിയോ ഒന്നും ഇടണ്ട, എന്തോ ഒരു മടി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചു, പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കുകയും ചെയ്തു കേട്ടോ, എന്താ വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും പണ്ട് തന്ന സപ്പോർട്ടിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മോർണിംഗ് വ്ളോഗായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ദേശീയ ഭക്ഷണം എന്താണ് ദോശ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ പച്ചരി മാത്രം ഇട്ട് അരക്കണ ദോശ അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉഴുന്നൊക്കെ ഇട്ടിട്ട് നമ്മുടെ നോർമൽ ദോശ ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനുള്ള മാവൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചായ റെഡിയാക്കാമല്ലേ. അപ്പോൾ ഞാൻ ചായയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഈ ചുമരുമ കണ്ടോ, ഒരു ബ്ലാക്ക് കളറിൽ, അത് ചളിയല്ല കേട്ടോ. അത് നമ്മൾ ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ നമ്മുടെ ഇങ്ങനെ തെറിച്ച് പോവില്ല. അപ്പോൾ ഞാനിങ്ങനെ സ്ക്രബ്ബർ കൊണ്ട് ഉരച്ച് കഴുകിയപ്പോൾ ഈ കളറായി പോയതാണ്, അല്ലാതെ ചളിയല്ല കേട്ടോ. അപ്പോൾ ഇനി വേദേ നമ്മളിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്നറിയോ, നമ്മളിങ്ങനെ പെട്ടെന്ന് ഫാസ്റ്റായി ചെയ്തില്ലെങ്കിൽ 6:30 പോകേണ്ടതാണ്. അത് കാരണം അപ്പത്തിനും നമ്മളൊരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ മതി. പിന്നെ ആകെ ടൈം അങ്ങോട്ട് മാറിപ്പോവും. ഞാൻ 5:30 എണീച്ച് പിന്നെ 6:30 എൻ്റെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ പോകുമ്പോഴത്തേനെല്ലാം റെഡി ആവുകയും ചെയ്യും. അപ്പം നമ്മൾ ഇത്ര ഫാസ്റ്റിൽ ചെയ്താൽ മാത്രമേ അങ്ങനെ റെഡി ആവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊന്നും അടിച്ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ചില ദിവസം ഈ അലർജിയുടെ പ്രശ്നമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് തുമ്മി ഇതാവും. അപ്പോൾ പിന്നെ കുറച്ച് നേരം വഴുകും കേട്ടോ. അപ്പോൾ അത് കാരണം ഇപ്പോൾ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ നോർമലായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ നോക്കും. ഫാസ്റ്റായി ചെയ്താൽ മാത്രമേ നമുക്ക് 6:30 പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാനുള്ള ടൈം പോലും ഉണ്ടാവില്ല. കാരണം ബസ്സിലാണ്. കറക്റ്റ് ടൈമിന് പോയിട്ടില്ലെങ്കിൽ ആകെ പണിയാവുന്നല്ല, പോയിട്ടില്ലെങ്കിൽ ആകെ അന്നത്തെ ദിവസമേ ഒരു ഇതായിരിക്കും. ചിലപ്പോൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒരു സെക്കൻഡ്, 1 മിനിറ്റ് അതിൻ്റെ ഒക്കെ ടൈമിനാണല്ലോ അവിടെ കച്ചറ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ എല്ലാം പ്രോപ്പറായിട്ട്, ഫുഡാണെങ്കിൽ ഫുഡ്, പിന്നെ പോവാനാണെങ്കിലും അങ്ങനെ പ്രോപ്പർ ടൈമിൽ തന്നെ ഇറങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് കാരണം ലേറ്റ് ആക്കണ പരിപാടിയില്ല. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യണം. പിന്നെ കഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു പോലെയാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി എന്താ പറയുക, കറക്റ്റായിട്ട് എന്നും ഫുഡൊക്കെ കഴിപ്പിച്ചിട്ടാണ് വിടാറ്. അല്ലെങ്കിൽ മനസ്സിന് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ നമ്മളിതേ കറി ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഗ്യാസ് കണ്ടോ, ഗ്യാസ് കുറേ കാലമായിട്ട് ഇങ്ങനെ കത്തുള്ളൂ. അതായത് നമ്മൾ ഫുള്ളിൽ കത്തിച്ചാൽ നല്ല എന്താ പറയുക, ഹൈ ഫ്ലെയിം ആവുകയും ചെയ്യും. കുറച്ച് വെച്ചാൽ ഒരു സൈഡിൽ മാത്രം അതിൻ്റെ പവർ കിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട് ഗ്യാസിന്. ശരിയാക്കിയെടുക്കാം. കുറേ കാലമായിട്ടോ, ഇതുവരെയായിട്ട് ശരിയാക്കിയിട്ടില്ല. എന്തായാലും ശരിയാക്കണം. അപ്പോൾ ചായ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റിച്ചു. തിളച്ച് വന്നപ്പോൾ ഞാനൊക്കെ പൊടിയൊക്കെ ഇട്ടിട്ട് അടുപ്പിൽ നിന്ന് മാറ്റിച്ചു. എൻ്റെ ഈ സംസാരം കാരണം ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പോൾ ചായയൊക്കെ മാറ്റിച്ച് പിന്നെ നമ്മൾക്ക് ദോശ ഉണ്ടാക്കാൻ പോകാം. ദോശ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് എനിക്കറിയില്ല, എല്ലാവരും ഒരേപോലെയാണ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഗ്രീൻ പീസ് എല്ലാം മസാല ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് ഇട്ട് വെള്ളം ഒഴിച്ച് പിന്നെ നമ്മളത് മൂടി അടച്ച് വെച്ച് പിന്നെ ഫിസിൽ വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ഞാനാണെങ്കിൽ ഗ്രീൻ പീസ് ആണെങ്കിൽ ഞങ്ങളുടെ ഇതിലും ഒരു 10 വിസിലെങ്കിലും അടിക്കണം കേട്ടോ, എന്നാലേ ഇതായി കിട്ടുള്ളൂ. എനിക്ക് പേടിയായിരുന്നു ആവൂലേ. പിന്നെ കുക്കറിൽ നിന്ന് വെന്ത് കഴിഞ്ഞാലും ഫിസിലൊക്കെ വന്ന് നമ്മൾ ഓഫ് ചെയ്താലും പിന്നെ അതിൻ്റെ ഇതൊക്കെ പോയി കിട്ടണമെങ്കിൽ കുറച്ച് ടൈം പിടിക്കില്ല. അപ്പം ഏതായാലും ഞാൻ ഒരു ട്രിക്കൊക്കെ കണ്ടുപിടിച്ച് പെട്ടെന്ന് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ടാം.
അപ്പോൾ ഇതേ നമ്മൾ അതവിടെ ഗ്യാസിൽ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ മാവൊക്കെ നല്ല സൂപ്പർ മാവാട്ടോ. ഇടയ്ക്കൊക്കെ തെറ്റിപ്പോവും. അതെന്താണെന്നറിയോ, കറക്റ്റായിട്ടുള്ള അതിൻ്റെ എമൗണ്ട് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആ മാവൊരു സുഖം കിട്ടില്ല. ചിലപ്പോൾ അടി പിടിക്കും, അല്ലെങ്കിൽ എന്തോ ലൂസായ പോലെ തോന്നും. അപ്പോൾ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൽ ഓരോ സാധനങ്ങളും, ഉഴുന്നാണെങ്കിലും അരിയാണെങ്കിലും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെഷർമെൻറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും, ദോശ നന്നായിരിക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെ ദോശ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. ഇക്കാക്ക് കൊണ്ടുവന്ന പറയുന്നത് ഇക്കാക്ക് കഴിക്കാനുള്ള അത്ര ആയി കിട്ടിയാൽ മതി, പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പതുക്കെ ചെയ്താലും മതി. അപ്പോൾ ഇതേ ഒരു കുറച്ചൊക്കെ നമ്മൾ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാലം നമ്മൾ വീഡിയോ ഇടാത്തതിനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ മടി തന്നെയാണ്. മടി നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാം റെഡിയാവും. യെസ്, ഷുവറായിട്ടും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. മടി നമ്മൾ കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്താൽ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നമുക്ക് എന്തോ ഒരു ഫ്രീ ആയിട്ടുള്ള പോലെ തോന്നും. നമ്മുടെ മൈൻഡ് തന്നെ ഫ്രീ ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി നമ്മൾ പുതിയൊരു മനുഷ്യനായി മാറും. ഇത് ഒരു തത്വമായിട്ടൊന്നും കരുതണ്ട. ഇത് ഏറ്റവും കൂടുതലുള്ള ഞാനാണ് ഈ പറയുന്നത്. എനിക്ക് മടിയുണ്ട് കേട്ടോ. ചില സമയത്ത് മടിച്ച് ഞാൻ എന്തോ ഒരു ഇതിലാവും. മടി ഒരു ദിവസം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവും. പിന്നെ അത് റിക്കവർ ആവണമെങ്കിൽ ആരുടെ അടുത്തുനിന്നെങ്കിലും ഒരു കൊട്ട് കിട്ടണം, എന്നാലേ റിക്കവർ ആവുള്ളൂ. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ കറി ഇങ്ങനെ ആവുന്നുണ്ട്, ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിസിലൊക്കെ വന്നു കേട്ടോ. അപ്പം ഞാൻ കറി എടുത്ത് മാറ്റാൻ നോക്കുകയാണ്. കാരണം ഈ ഇക്കാക്ക് കൊടുക്കണമെങ്കിൽ ഒന്ന് ചൂടാറണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇല്ലെങ്കിൽ ചൂട് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് കറി എടുത്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ വെന്തോന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തോ ഒരു കുറച്ച് വേവ് കുറവായ പോലെ, എന്തോ 10 ഫിസിലടിച്ചു, എന്നിട്ട് എന്താണെന്നറിയില്ല, കുറച്ച് വേവ് കുറവുള്ള പോലെ. എന്നാലും വെന്തിട്ടൊക്കെ ഉണ്ട്, എന്നാലും അത്ര അങ്ങോട്ട് വെന്തിട്ടില്ല. ഓക്കെ. പിന്നെ കറിയാണല്ലോ, അത്ര വെന്താൽ മതി. അത്ര എന്താ പറയുക, തോനെ വെന്തുടയൊന്നും വേണ്ട, എന്നാലും മീഡിയം വേവ് ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഇത് ഓണാണോ? വീഡിയോ പോയിക്കൊണ്ടിരിക്കുക. ടൈം ഈസ് ഓവർ എന്ന് പറഞ്ഞാൽ തരാം. അല്ല, എനിക്ക് ഉറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ രണ്ടാളും അപ്പുറത്ത് കിടക്കുക കാരണം എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഇന്നലെ ഞാൻ ഉച്ചക്ക് കിടന്നുറങ്ങിയത് ഉറക്കമുണ്ടായിരുന്നു, പക്ഷെ ഇത് രണ്ടും അപ്പുറത്തെ ചെവിയിൽ ഇതാണല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരാൾ ഉറങ്ങാം, ആ ഉറക്കം ഇങ്ങനെ ഉറക്കത്തിന്റെ അതില് ആ മൂർച്ചയിലെത്തി ഉറങ്ങാൻ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ്. പക്ഷേ ഉച്ചക്കുറങ്ങാൻ അത്ര ഉറക്കമൊന്നുമില്ല.
പിന്നെ നമ്മൾ ഉമ്മാക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം ഞാനും ഫുഡ് കഴിച്ചു കേട്ടോ. ഞാനും പിന്നെ അധികം നേരം വൈകിക്കാനൊന്നും നിന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാനും ഫുഡ് കഴിച്ചു. അപ്പം നല്ല ദോശയും ഗ്രീൻ പീസ് കറിയും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എപ്പോഴും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാജാവിനെ പോലെ കഴിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം കഴിക്കും. എനിക്കിഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസു എണീറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഫുഡ് കൊടുക്കുകയാണ്. ദോശ എന്ത് ദോശ കഴിച്ചുകൊണ്ടിരിക്കുക. ഇസുവിന് കടലിട്ടരട്ടെ? വേണോ വേണ്ടേ? കടല വേണോ? പെട്ടരട്ടോ. ഇതിലിട്ടരട്ടെ? ഇതിലിട്ടരട്ടെ? ഓക്കെ. എന്ത് പൊന്നാ? അപ്പൊ ഈ എല്ലാം ഇതിലിടാൻ പറഞ്ഞ് വേണ്ട വെച്ചെടുക്കുന്ന. കടല കഴിച്ചോ? ഇസുവിന് വലിയ കുട്ടിയാവണ്ടേ? ഫുഡൊക്കെ കഴിച്ചിട്ട് ഇസുവിന് വലിയ കുട്ടിയാവണ്ടേ? ഇസു ചീത്ത കുട്ടിയാ? എന്ത് തരാൻ? എന്തല്ലാത്ത എടുക്കണേ? എന്താ പോലെ എങ്ങനെ കാട്ടണേ? നമ്മച്ചെടുക്ക. കയ്യിലിട്ടെ കയ്യിലിട്ടെ. ഓക്കെ, ഗുഡ് ബോയ്. ഇതെന്താ ഇപ്പൊ കാട്ടി? എന്ത് പണിയാണ്? അയ്യേ, അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ടാറ്റ.